നമസ്കാരം. പ്രമേഹ രോഗം ചികിത്സിക്കുമ്പോൾ വളരെ സാധാരണയായി സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യമുണ്ട്. രോഗികൾക്കും അതുപോലെ ഡോക്ടർമാർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. രോഗികൾ കൂടെ മരുന്നുകൾ നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ മരുന്ന് നിർത്തിയത്? അപ്പോൾ ചില രോഗികൾ പറയും, അത് കൊളസ്ട്രോളിന് മരുന്ന് നിർത്തിയത് കൊളസ്ട്രോൾ നോക്കിയപ്പോൾ നോർമലായത് കൊണ്ടാണ് ഡോക്ടർ എന്ന് പറയും. മറ്റു ചില രോഗികൾ പറയും, ഞാൻ ഡോക്ടർ തന്ന ഇൻസുലിൻ എടുത്തു, ആ ഇൻസുലിൻ എടുത്ത് ഞാൻ ഷുഗർ കുറഞ്ഞ് ബോധം കെട്ട് വീണു, അതുകൊണ്ട് ഞാൻ ഔഷധമൊക്കെ അങ്ങ് നിർത്തി. ഇനി മറ്റൊരു കൂട്ടർ പറയും, ഈ ഇഞ്ചക്ഷൻ ഇതെന്തോ ഒരു വിലയാണ് ഡോക്ടറെ, അത് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് അതെടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തി. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർ വന്ന് പറയും, ഡോക്ടർ എഴുതുന്ന മരുന്നിൻ്റെ വില ഒരുപാട് കൂടുതലായി, അതുകൊണ്ടാണ് ഞാൻ മരുന്ന് നിർത്തിയത്. അപ്പം രോഗികൾക്ക് മരുന്ന് നിർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഡോക്ടർമാർ തിരിച്ചറിയണം. അത് വില കൂടുതലായതുകൊണ്ടാകാം, മാനസിക പ്രശ്നങ്ങളാകാം, പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ഭയമാകാം. മിക്കവാറും ഇത് ഒരു പ്രധാന കാരണം കൊണ്ടാകാം, അറിവില്ലായ്മ കൊണ്ട് മാത്രം. സാറിൻ്റെ ഷുഗറും കൊളസ്ട്രോളും ഇപ്രാവശ്യം ഒരുപാട് കൂടുതലാണല്ലോ, അങ്ങ് കൃത്യമായ അളവിൽ ഔഷധം ഉപയോഗിക്കുന്നുണ്ടോ? ഉടനെ മറുപടി വരും, ഡോക്ടർ പറഞ്ഞ് അതുപോലെ എടുക്കുകയാണ്, ഡോസ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. ഉടനെ ഞങ്ങൾ കമ്പ്യൂട്ടറിൽ അതൊന്ന് പരിശോധിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത്, അദ്ദേഹം കഴിഞ്ഞ 2 മാസമായിട്ട് മരുന്ന് വാങ്ങിയിട്ടേ ഇല്ല. ഒന്നുകൂടി രോഗിയോട് ചോദിക്കുന്നു. 2-3 ആവർത്തിയാകുമ്പോൾ പതിയെ സത്യം തുറന്ന് പറയുന്നു, ഞാൻ ഇതൊക്കെ നോർമലായിട്ട് പോകുന്നത് കാരണം ഈ മരുന്നിൻ്റെ ഡോസൊക്കെ സ്വയം കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെ കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒരുപാട് കൂടുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ തന്നെ 1-2 ഞങ്ങളുടെ റിസർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആശുപത്രിയുടെ അതേ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുകയും അത് നമുക്ക് കമ്പ്യൂട്ടറിൽ പരിശോധിക്കുവാനുള്ളൊരു സൗകര്യമുണ്ടെങ്കിൽ ഈ രോഗികൾ നമ്മൾ കുറിച്ചു കൊടുക്കുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ആ ഡോസ് തന്നെയാണോ അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയും. വാസ്തവത്തിൽ രോഗി 10 മില്ലിഗ്രാം ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 10 മില്ലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രോഗിക്ക് കൊളസ്ട്രോൾ ഒരുപാട് കൂടുതലായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഡോക്ടർ എന്ന് വിചാരിക്കും, ഈ 10 മില്ലിഗ്രാം കൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് 20-40 ആക്കണമെന്ന് കരുതും. അപ്പോൾ രോഗികൾ ഇങ്ങനെ തെറ്റായിട്ട് വിവരങ്ങൾ നൽകുന്നത് കാരണം ഒരുപാട് ഡോക്ടർമാർക്ക് ഇരട്ടി ഔഷധം അതിൻ്റെ ഡോസ് എഴുതുവാൻ അവർ പ്രേരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അഥവാ മരുന്നുകൾ നിർത്തുകയാണ് എങ്കിൽ അത് തുറന്ന് ഡോക്ടറോട് പറയുക, അങ്ങനെയാണ് വേണ്ടത്. പ്രമേഹ രോഗികൾക്ക് ഔഷധങ്ങളെക്കുറിച്ചുള്ള ഭയം പലപ്പോഴും ഉണ്ടാകുന്നത്, പ്രമേഹ രോഗം ഒരുപാട് വർഷങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ആ രോഗം മറ്റ് രോഗങ്ങളിലേക്ക് പോകാതിരിക്കുമ്പോഴുമാണ്. ഒന്നോർക്കുക, പ്രമേഹ രോഗികൾക്ക് രോഗചികിത്സയ്ക്ക് വേണ്ടിയല്ല നിരവധി ഔഷധങ്ങൾ ഒരുമിച്ച് നൽകുന്നത്, ഗുരുതര രോഗങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട നൂതന ഔഷധങ്ങളെല്ലാം തന്നെ രക്തത്തിലെ പഞ്ചസാര മാത്രം ചികിത്സിക്കുവാനുള്ളതല്ല, ഭാവിയിൽ വന്നെത്തുവാൻ സാധ്യതയുള്ള സുപ്രധാന രോഗങ്ങളായ ഹൃദയാഘാതം, പക്ഷാഘാതം, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇതൊക്കെ കൂടി തടയുവാൻ വേണ്ടിയും കൂടിയാണ്. രോഗത്തെ തിരിച്ചറിയുക, മരുന്നുകളെ തിരിച്ചറിയുക, പാർശ്വഫലങ്ങളെ തിരിച്ചറിയുക, അറിവാണ് പ്രധാനം. രോഗം ഭംഗിയായി ചികിത്സിക്കുവാൻ നിരവധി പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങൾ ഒരുമിച്ച് വേണ്ടിവരും. എങ്കിൽ മാത്രമേ വാർദ്ധക്യത്തിലും സുഖമായ സ്വസ്ഥമായ ജീവിതം സാധ്യമാകൂ. മഹാനായ ഈ നടൻ പറയുന്നത് കേൾക്കൂ. പ്രമേഹം അതിസങ്കീർണമായ ഒരു രോഗമാണ്. ചികിത്സയ്ക്ക് നിരവധി ഔഷധങ്ങൾ വേണ്ടി വന്നേക്കാം, ഒന്ന് മാത്രം പോരാ.
ഔഷധങ്ങൾ നിർത്തുകയല്ല വേണ്ടത്. ആശങ്കകൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ചർച്ച ചെയ്ത് പകരത്തിനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുകയോ ഡോസ് പുനർക്രമീകരിക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ ജെംസ് പ്രതിമാസ വിദ്യാഭ്യാസ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മാസം കാണും വരെ നന്ദി, നമസ്കാരം. Diabetes is not of sugars alone. Treat your cholesterol, treat your blood pressure if any. That's the road to success. Let us together fight diabetes.